ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിഷു ആഘോഷം ഇങ്ങെത്തി. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം കണിയും പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളൊക്കെ ആരംഭിക്കാൻ പലരും പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ മോനാണ് ഇപ്രാവശ്യം പടക്കമൊക്കെ വാങ്ങി ഗംഭീരമായിട്ട് വന്നിട്ടുള്ളത്. ഏതായാലും അതൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെയാണ് നമ്മുടെ പടക്കം. ഏതായാലും എല്ലാം നമുക്ക് നിരത്തി വെച്ച് നമുക്ക് ഇതൊക്കെ കാണാം. ഇതാണ് നമ്മുടെ പടക്കങ്ങൾ. നാളത്തെ വിഷു ആഘോഷം പടക്കം പൊട്ടിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. ഇപ്രാവശ്യം മകനാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അവനെ ഏർപ്പാടാക്കിയതാണ്. ഏതായാലും നാളെ ഇത് പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും അത് കാണണം. നാളെ ഇത് മകനും അവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. ഏതായാലും വിഷു ആഘോഷം നമുക്കെല്ലാവർക്കും ചേർന്ന് നല്ലൊരു ആഘോഷമാക്കി മാറ്റണം. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. മറ്റൊന്ന്, ഈ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പടക്കമാണ് എപ്പോഴും എങ്ങനെയും ഇപ്പോൾ പൂത്തിരി പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ച്, കുട്ടികളെന്നല്ല മുതിർന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ പടക്കം പൊട്ടിക്കുമ്പോൾ. ഏതായാലും നല്ല ആഘോഷ ആശംസകൾ എല്ലാവർക്കും, വിഷു ആശംസകൾ അറിയിക്കുന്നു. സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവർക്കും, എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ ആളുകൾക്കും ഞാൻ വിഷു ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു.